കഴിഞ്ഞ വരെ നോക്കുകയാണെങ്കിൽ മലയാള സിനിമയിൽ നിന്ന് ഒരുപാട് എനിക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് തന്ന കുറേ സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. നിനക്ക് എങ്ങനെയായിരുന്നു? 2025 എന്നെ സംബന്ധിച്ച് അത്യാവശ്യം നല്ലൊരു വർഷമായിരുന്നു. പ്രത്യേകിച്ച് ആസ് എ ലാലേട്ടൻ ഫാൻ അടിപൊളി വർഷമാണ്. എമ്പുരാൻ, തുടരും, ഹൃദയപൂർവ്വം, പിന്നെ ലാസ്റ്റ് ബബ്ബ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, എന്നാലും ഓക്കെ. പിന്നെ ഡിസംബറിലൊരു സിനിമ വന്നു, അതിനെപ്പറ്റി ഒന്നും പറയണ്ട. അല്ലടാ, ലൈക്ക് ഫാൻ എന്നുള്ള സംഭവം അവിടെ നിൽക്കട്ടെ, നിനക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയ പടങ്ങൾ ഏതൊക്കെയായിരുന്നു? ഇപ്പോൾ ലാലേട്ടൻ്റെ സിനിമ അല്ലെങ്കിൽ ഇപ്പോൾ എക്കോ എനിക്ക് അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് സിനിമ. എക്കോ, ലോക്ക ആദ്യം ട്രെയിലർ അതിൻ്റെ പോസ്റ്ററും കണ്ടപ്പോൾ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് വന്നാൽ പിന്നെ ജസ്റ്റ് കണ്ടേക്കാൻ, പക്ഷേ തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ അടിപൊളി പടം എന്ന് തോന്നിയ സാധനം ലോക്ക, എക്കോ. ഞാൻ തിയേറ്റർ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എനിക്ക് എക്കോയും തുടരും ലൈക്ക് നമ്മളങ്ങനെ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. പടം നല്ലതെന്ന് നമ്മൾ കേട്ടു, പടം കാണാൻ ഉദ്ദേശമുള്ളതുകൊണ്ട് ട്രെയിലർ ഇതൊന്നും കാണാൻ പോയില്ല. പടം പോയി കണ്ടു, ഒട്ടും പ്രതീക്ഷിക്കാതെ നല്ല ഒരുപാട് മൊമെൻറ്റ്സ്, ലൈക്ക് നമ്മൾ ആ ഒരു മോഹൻലാൽ ആ ഒരു സ്റ്റാർഡം, അത് ശരിക്കും ലൈക്ക് ആഫ്റ്റർ ലൂസിഫർ നമ്മൾ കണ്ടത് തുടരുനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും ലൈക്ക് ഒരു വാവ് എക്സ്പീരിയൻസ് ആയിരുന്നു തിയേറ്ററിൽ വെച്ച് കണ്ടപ്പോൾ. അതിൻ്റെ ഒരു സെറ്റപ്പ് ആണെങ്കിലും, ഫ്രെയിംസ് ആണെങ്കിലും, ലൊക്കേഷൻസ് ആണെങ്കിലും, ക്യാരക്ടേഴ്സ് ആണെങ്കിലും, ഈവൻ ആ സ്റ്റോറി നമ്മൾ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞ് ചിന്തിക്കുമ്പോൾ ചെറിയൊരു സ്റ്റോറി ആണല്ലോ എന്ന് തോന്നും, ചിലപ്പോൾ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഒരു കഥ പോലെയോ. പക്ഷെ അത് പറയുന്നൊരു രീതിയുണ്ട്, കുറേ ലെയേഴ്സ്, ഈവൻ ക്യാരക്ടേഴ്സിൻ്റെ കാര്യങ്ങൾ, അതായത് ക്യാരക്ടേഴ്സ് അവരെ റിവീൽ ചെയ്യുന്നത്, ഓരോ സമയം കഴിയുമ്പോൾ അവരെക്കുറിച്ച് റിവീൽ ചെയ്യുന്നത്, അത് എനിക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് കിട്ടിയൊരു സാധനമായിരുന്നു. ഈവൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും എല്ലാവരും അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും അടിപൊളിയായിട്ട് അഭിനയിച്ച്. വേറെ നല്ല സിനിമകൾ ഇല്ലാന്നല്ല, ഇപ്പോൾ പൊന്മാൻ നല്ല സിനിമയായിരുന്നു. ഈസറി ആണെങ്കിൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ കണ്ടില്ല. ഞാൻ തിയേറ്ററിൽ പോയി കണ്ട പടം. പക്ഷേ തിയേറ്ററിൽ വെച്ച് ഉണ്ടായ സംഭവങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ലൈക്ക് കാണാൻ വന്ന ആൾക്കാർ ഇടയിൽ കയറി വരുന്നു, അത് നമ്മൾ ഹൊറർ പടം കാണുമ്പോഴുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ, ആൾക്കാർ കൂവുന്നു, അത് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കുറച്ച് കുറഞ്ഞു. അപ്പോൾ ഞങ്ങളിവിടെ പറഞ്ഞത് ഞങ്ങൾക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയ പടങ്ങളാണ്. എനിക്കറിയാം വേറെ ഒരുപാട് പടങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക.